ബാണാസുര സാഗറിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പണിതിട്ടും പണി തീരാത്ത ഒരു ജലസേചന പദ്ധതിയാണ് വയനാട്ടിലെ ബാണാസുര സാഗർ. 2 പതിറ്റാണ്ടിലേറെയായി പണി തുടങ്ങിയിട്ട് ഇപ്പോഴും പണി തീരാത്ത കനാലുകൾ പലയിടത്തുമുണ്ട്. ഇതിനിടെ നടക്കുന്ന പുതിയ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകത ചോദ്യം ചെയ്യുകയാണ് പദ്ധതി പ്രദേശ ജനങ്ങൾ. ഇതെന്തെങ്കിലും ഒന്ന് തീരണ്ടേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പണിതിട്ടും പണി തീരാത്ത പദ്ധതിയാണ് വയനാട്ടിലെ ബാണാസുര സാഗർ. 2 പതിറ്റാണ്ടിലേറെയായിട്ടും കൂട്ടിമുട്ടാത്ത കനാലുകൾ ഇവിടെ കാണാം. പുതിയ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടുകയാണ് പദ്ധതി പ്രദേശത്തെ ജനത. ഈ പ്രദേശം പടിഞ്ഞാറെത്തറ കറളോട്ടുകുന്ന്. ഇവിടെ കനാൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 മീറ്റർ വീതിയിലും 2 മീറ്റർ ഉയരത്തിലുമുള്ള കനാലിലൂടെ വെള്ളം എത്തുന്നത് വെറും 1/2 മീറ്റർ മാത്രം വീതിയുള്ള കൈത്തോട്ടിലേക്ക്. മഴക്കാലത്ത് വെള്ളം കുത്തിയൊലിച്ചെത്തി കൃഷി വെള്ളത്തിലാക്കുന്ന വിധമാണ് നിർമ്മാണമെന്ന് നാട്ടുകാർ. ആർക്കു വേണ്ടിയാണ് ഇത്തരം തലതിരിഞ്ഞ നിർമ്മാണമെന്നും ചോദ്യം. പുതിയ മെയിൻ കനാൽ ഉണ്ടാക്കിയിരിക്കുന്ന പരമ അബദ്ധമാണ്. അതിൻ്റെ 2 സൈഡിലും കനാലിൻ്റെ 2 സൈഡിലും 1 ഇഞ്ച് പോലും കോൺക്രീറ്റ് ഇല്ല, വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. അതിലൂടെ വെള്ളം വന്നാൽ ഞങ്ങളുടെ വീട് പോയിട്ട് ഞങ്ങളെ ഈ വയനാട്ടിൻ്റെ പകുതി ഭാഗം വരെ ഒലിച്ചു പോകും. ഇപ്പോൾ നിലവിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ പുതിയ നിർമ്മാണം അനുസരിച്ച് ഒരു 2 മീറ്റർ വീതിയിലും 2 മീറ്റർ ഉയരത്തിലുള്ള ഒരു തോടാണ്. ആ തോട് ചെന്ന് ചേരുന്നത് 1/2 മീറ്റർ പോലും വീതിയില്ലാത്ത ഒരു തോട്ടിലേക്കാണ്. ആ വെള്ളം എങ്ങനെ ഈ തോട്ടിലൂടെ പോകുന്നു എന്നുള്ള പോലെ ഞങ്ങൾക്ക് ബലമായ സംശയമാണ്. കാൽനൂറ്റാണ്ടായിട്ടും കൂട്ടിമുട്ടാത്ത കനാലുകൾ ഇന്നാട്ടിലെ കാഴ്ചയാണ്. വയനാട്ടിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായിട്ടും പ്രയോജനം ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. വെള്ളം അങ്ങോട്ട് തിരിച്ചു വിട്ടാലും അങ്ങോട്ടുള്ള എല്ലാവർക്കും കൃഷി എടുക്കാൻ ഭയങ്കര വിഷമമാണ്. പിന്നെ തോട് പൊട്ടിപ്പോവില്ലേ, ചെറിയ തോടാ, ആ തോടങ്ങ് പൊട്ടിപ്പോവില്ലേ, അങ്ങനെ കൃഷിയൊക്കെ നശിച്ചു പോവില്ലേ, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ തന്നെ. ഇപ്പം ഈ പണി വന്നപ്പോൾ 2 പ്രാവശ്യം ഒന്ന് വൃത്തിയാക്കിയിരുന്നു. എല്ലായിടയ്ക്കും തൊഴിലുറപ്പുകാരെ കൊണ്ട് 1 പ്രാവശ്യം കൊരിച്ചു. ഒരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ത് നമുക്ക് ഉപദ്രവം തന്നെ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലെ വെള്ളം മുഴുവൻ വന്ന് ഇവിടെ ഈ പ്രദേശം മൊത്തം വെള്ളം നിറയും. നിർമ്മാണത്തിലെ അപാകത ചോദ്യം ചെയ്യുകയാണ് പ്രദേശവാസികൾ. ഉദ്യോഗസ്ഥരുടെ കൊള്ളരുതായ്മയെന്ന് ആരോപണം. പിന്നെ ഈ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളാനകളാണ്. ഞാൻ 3 വർഷം ഡാമിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ എന്താ വെച്ചാൽ ഈ അങ്ങേ തല ഇതുവരെ ജോയിൻ്റ് ആക്കിയിട്ടില്ല. ഇവരിവിടെയൊക്കെ പണിയെടുക്കുന്ന കുപ്പാടത്തറ എന്ന് പറയുന്ന കുറേ സ്ഥലത്ത് ഒരുപാട് കോടികൾ മുടക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇതിവിടുന്ന് പടിഞ്ഞാറത്തറ ടൗൺ വിട്ടാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഈ കനാൽ എവിടെയും ജോയിൻ്റ് ആക്കിയില്ല. ഡാമിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരണമെങ്കിൽ 3 സ്ഥലത്ത് ജോയിൻ്റ് ചെയ്യാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ജോയിൻ്റ് ആക്കിയില്ല. ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ആദ്യം കുറേ മണ്ണിട്ട് പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ മണ്ണിൻ്റെ മുകളിൽ ചെറിയ കോൺക്രീറ്റ് ഇട്ട് പല കൊണ്ട് ഇങ്ങനെ അടിച്ചുറപ്പിച്ചിട്ട് തേച്ച് അന്നും എതിർത്ത ആളാണ് ഞാൻ. അന്ന് 25 വർഷം മുന്നേ ഇത് വന്നിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് കുറേ കച്ചറ കൂടിയ ആളാണ്. അടുത്ത മെയ് മാസത്തോടെ ഞാറ്റലപ്പടി തോട്ടിൽ വെള്ളമെത്തിച്ച് 16 മൈൽ കണ്ണോത്ത് പുതുശ്ശേരിക്കടവ് പാടങ്ങളിലേക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ശ്രമമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. എന്നാൽ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളത്തെ താങ്ങാൻ 1/2 മീറ്റർ മാത്രം വലിപ്പമുള്ള തോടിന് കഴിയില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. വർഷങ്ങൾ ഇത്രയായിട്ടും ബാണാസുര സാഗർ പദ്ധതി കൊണ്ട് ജലസേചനത്തിനായി ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ല. നിർമ്മാണ പ്രവൃത്തികൾക്കായി കോടികൾ ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകത ആരോപണം ഉയരുന്നത്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മളിനി ജനങ്ങളിലേക്കാണ് പോകുന്നത്. ബാണാസുര സാഗർ ജലസേചന പദ്ധതി സർവേ അനന്തമായി നീളുമ്പോൾ അതിൻ്റെ ദുരിതം പേറുന്നത് ഇവിടുത്തെ പ്രദേശവാസികളാണ്. അവർക്കാണല്ലോ എപ്പോഴും കഷ്ടപ്പാട്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ കൃഷി വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ പാവം കർഷകർ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ജനങ്ങളോട് ചോദിച്ചു, അവർ ശക്തമായി പ്രതികരിക്കുകയാണ് ഈ കാര്യത്തിൽ. അന്ന് തന്നെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കുറേ മേലെ നിന്ന് ഡ്രൈനേജ് ഉണ്ടാക്കിയ ഒരു തോടുണ്ട്. ആ തോട് കംപ്ലീറ്റ് ഇപ്പോൾ ഇടിഞ്ഞ് ജനങ്ങൾക്ക് വരെ അത് നടക്കാൻ പറ്റില്ല. അവിടെ ജലീൽ അങ്ങനെ കുറച്ച് ആൾക്കാർ വീടുണ്ട്. അതിലേക്കൊക്കെ മഴ പെയ്യുമ്പോൾ അവരെ വീട്ടിലേക്ക് വെള്ളം കയറുവാണ്. അവിടെ ഒരു 3 കുടുംബം ഇപ്പോൾ ശരിക്കും മഴക്കാലത്ത് അവരെങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത് വെച്ചാൽ അത്രയും
വിഷമത്തിലാണുള്ളത്. ചെറിയൊരു 1/2 മീറ്റർ പോലും ഇല്ല, അത് മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്ന ഒരു കനാൽ. അത് ആദ്യം ഫസ്റ്റിൽ ഇവരുണ്ടാക്കിയതാണ്. അന്ന് നമ്മുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം എടുക്കാമെന്നും പറഞ്ഞിട്ട് അത് മുഴുവൻ പൊളിഞ്ഞ് കിടക്കും. ഇപ്പം തന്നെ വെള്ളം കിട്ടുന്നില്ല അതിൽ നിന്ന്. ഞങ്ങൾ കഷ്ടി അങ്ങനെ ഒപ്പിച്ചങ്ങ് പോവുക. ഈ കൃഷി മുഴുവൻ നശിച്ചു പോകും. ഈ തോടും കൂടെ അങ്ങ് ചെന്ന് കയറുമ്പോഴേക്കും അത് മുഴുവൻ പൊളിഞ്ഞ് നാശമാവും. താഴത്തെ റോഡുകളെല്ലാം ബ്ലോക്കാവും. പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പഴയ നിർമ്മാണം തന്നെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. പുതിയ നിർമ്മാണം എന്ന് വെച്ചാൽ ഇവർ ഐഡിയ ഇല്ലാത്തൊരു പണിയാണ് ഇവിടെ നല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ 2 തലയും യോജിപ്പിക്കാണ്ട് അവിടെ ഇവിടെ ഇവർ എടുത്തുകൊണ്ട് നാട്ടുകാർക്ക് എന്നോട് ഉപകാരമില്ല. എത്രയോ നല്ലൊരു കൃഷിഭൂമിയാണ് ഇവരിവിടെ വേസ്റ്റായി കളയുന്നത്. കോടിക്കണക്കിന് രൂപ സർക്കാർ ഇത് വകയിരുത്തിക്കൊണ്ട് ഇങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാർക്കും കുറേ കോൺട്രാക്ടർമാർക്കും ജീവിക്കാനുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ കോൺട്രാക്ടർ എഞ്ചിനീയർ വൃത്തിയായിട്ട് എടുക്കാൻ പറയുമ്പോൾ പോലും സർക്കാരിൻ്റെ എഞ്ചിനീയർ പറയുന്നത് അത്ര വൃത്തിയായിട്ട് എടുക്കേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രളയം പോലെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല. എല്ലാം നശിപ്പാണ് മഴക്കാലത്ത്. വാഴ കൃഷിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും. അപ്പോൾ അതിന് ഒരു നടപടി ഉണ്ടാവണം. ഇത് വെറുതെ ജനങ്ങളെ നികുതി പൈസ ഇങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കിയിട്ട് കാര്യമില്ലല്ലോ. ഈ 30 വർഷത്തോളമായിട്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം കൃഷിക്കാർക്ക് കിട്ടുമോ, ഈ വയനാടിന് ഒരു ഉപകാരമോ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ കനാലും അതുപോലെ ബാക്കിയുള്ള ഈ പൊതുമരാമത്ത് വകുപ്പ് ഈ വർക്കുകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയകളുടെ ഒരു കള്ളക്കളികൾ മാത്രമാണ്. ഇനി ചില യൂട്യൂബ് സന്ദേശങ്ങൾ പറയാം. അപ്പോൾ ജെ ഫ്രെയിംസ് പറയുന്നു, എറണാകുളത്ത് നോർത്ത് പാലത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അങ്ങനെ ഒരു വാർത്ത വന്നോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും താങ്കൾ പറയുന്നു, നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് ഗുണമെന്ന് മുരുകൻ AK ചോദിക്കുന്നു. നസീർ അരിമ്പ്ര പറയുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ അക്രമ ആഹ്വാനത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നു. പരസ്യമായി ഇത്തരം ആഹ്വാനങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്കും സംശയം തോന്നുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.